ഹലോ. ആരാണ്? ഏഹ് ഫസൽക്കാരാട്ടല്ലേ? അതെ അതെ. നിങ്ങള് വീഡിയോ അടിച്ച് വിളിക്കുക. ആരായിരുന്നു വിളിക്കുന്നത്? നമ്മള് കണ്ണൂരിൽ നിന്നാണ്. എങ്ങനെ? നമ്മള് കണ്ണൂരിൽ നിന്നാണ് ആരാണ് വിളിക്കുന്നത്? വിളിക്കുന്നത്. അഫ്സലാണ്. എന്തായിരുന്നു? അപ്പോ നിങ്ങൾ ഈ മുസ്ലിങ്ങൾ മാതിരി ആക്കുവാണല്ലോ. എങ്ങനെ? ലാസ്റ്റ് ഒരു 7 മിനിറ്റ് മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ലേ? 7 മിനിറ്റ് മുമ്പ് ഇട്ട വീഡിയോ നിങ്ങൾക്ക് എന്താണ് കാട്ടുതീയായി ബന്ധപ്പെട്ടുള്ളതാ? അതെ അതെ. അതിൽ ഞാൻ പറഞ്ഞതിൽ എന്താണ് നിങ്ങൾ തെറ്റ് കാണുന്നത്? തെറ്റല്ല, നിങ്ങളെ ആ വർത്തമാനത്തിൽ മൊത്തം ഒരു വർഗീയതയാണ്. എന്നിട്ട് നിങ്ങളത് ബാക്കിയുള്ളവരുടെ മേലേക്ക് ചുമത്തുകയാണ് ഓക്കെ, ചെയ്യുന്നത്. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ ആ വിഷയം എന്ന് പറയുന്നത്, അതായത് ഗാസയിലെ പ്രശ്നത്തിനാണ് അമേരിക്കയിൽ തീ പടരുന്നതെന്നും അമേരിക്കയിലുള്ളത് നന്നായി എന്നും പറയുന്നതല്ലേ വർഗീയത? അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി ഞാൻ പറഞ്ഞതാണോ പ്രശ്നം? അതല്ല, ഞാൻ ആ വീഡിയോയിൽ ഒരു വ്യക്തി എന്താ പേര് എന്നോട് വിട്ട്, ആ ഒരു വ്യക്തി ഈ ഗാസക്ക് ഉള്ളതിന്റെ മറുപടിയാണ് കാട്ടുതീന്ന്. ഈ ഗാസയിൽ മനുഷ്യത്വം പറഞ്ഞിട്ടാണല്ലോ ഈ ഇത്തരം ആളുകളൊക്കെ രംഗത്ത് വരാറുള്ളത്. ഞാൻ പറയട്ടെ, ആ മനുഷ്യത്വം പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അമേരിക്കയിലെ കാട്ടുതീയിൽ സന്തോഷിക്കാൻ സാധിക്കുന്നത്? ആ സന്തോഷിക്കുന്നതാണ് പച്ച വർഗീയത എന്ന് ഞാൻ പറയുമ്പോൾ, ആ ചൂണ്ടിക്കാണിക്കുന്ന ഞാൻ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാന്ന് അത് പറയുന്ന ആളുകൾ. നിങ്ങൾ ആ പറഞ്ഞത് 100% ശരിയാണ്. കാരണം ഗാസയില്ല അതുപോലെ ഒരു മനുഷ്യനാണെന്നും അമേരിക്കയിൽ ഏടിയില്ല വരും. അതെ, ലോകത്തെല്ലാ സ്ഥലത്തും, ഇസ്രായേലിലാണെങ്കിലും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തെറ്റ് ഗാസക്കാർ ചെയ്യുന്നുണ്ട്, ഉറപ്പായും ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിൽ കുറെ ആള് ഗാസനെ അനുകൂലിച്ച് മറ്റ് പല ചട്ടത്തരം ചെയ്യുന്നുണ്ട്. ബട്ട് ഇത് അവരുടെ ഭാഗത്തുണ്ട്. അത് നിങ്ങൾ എന്നെ പറയുന്നില്ല. എങ്ങനെ? നിങ്ങള് നമ്മളെ തന്നെ ഒരു ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് അതില് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ഇപ്പോ ഈ ഒരു വ്യക്തി പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ആരും തന്നെ അത് തെറ്റാന്ന് പറയാത്ത? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് തെറ്റാണെന്ന്. ഓക്കെ, ഇത് ഇങ്ങനെ നിങ്ങളെപ്പോലെ എന്നെ പോലെയും ഒരുപാട് ആളുകൾ ഇത് തെറ്റാന്ന് പറയുമ്പോൾ മാത്രമേ ഈ പൊതുസമൂഹം നല്ല മതേതരത്വത്തിൽ മുന്നോട്ട് പോകും. അതല്ലാതെ ഇത്തരം ആളുകൾ രംഗത്തെരുങ്ങ, ഇത്തരം ഒരാളൊന്നല്ല, ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ പറയുന്നത്. അതായത് ഗാസയിലുള്ളതിന് പകരാണ് അമേരിക്കയിൽ സംഭവിച്ചത്. അതൊരിക്കലും അല്ല, അത് പ്രകൃതി ദുരന്താണ്. എങ്ങനെ? അതിലും കാരണം അവര് വരുന്നതിൽ ചെറിയൊരു ശരിയുണ്ട്. പക്ഷെ എങ്ങനെ ആ ചെറിയ ശരി? അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ ചെറിയ ശരി എങ്ങനെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞുതരും എനിക്ക്. അതായത് ഈ അമേരിക്കയില് ഇപ്പൊ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവാണ്ടില്ല. ബട്ട് അവര് ഒരു കുത്തിത്തിരിപ്പായ രീതിയിൽ ഇസ്രായേൽ. അപ്പൊ അമേരിക്ക അത് ചെയ്തതുകൊണ്ടാണ് അമേരിക്കയിൽ തീ പടരുന്നതെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, അത് പ്രകൃതിയായിട്ട് കൊടുത്തൊരു സംഭവമാണ്. അപ്പൊ അത് നിങ്ങൾ വിചാരിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്നത് കൊണ്ട് കിട്ടിയാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞിട്ടെ. ഓക്കെ, ഒന്ന്, അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന തകർക്കാനാണ്. ഓക്കെ, അതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ഒരു വിഷയം, നിങ്ങൾ ഈ പറയുന്നത് പോലാണ് തുർക്കിയിൽ ഇപ്പൊ ആരാ ഭരിക്കുന്നത്, എങ്ങനെയാണെന്നുള്ളത്, എന്ത് രീതിയിലുള്ള ആളാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. 1,00,000-ലധികം ആളുകളാണ് അവിടെ പ്രകൃതി ദുരന്തമായിട്ട് മരണപ്പെട്ടത്. ഓക്കെ, ഇനി നമ്മുടെ വയനാട്ടിൽ മുണ്ടക്കൈ ദുരന്തം ഇസ്രായേലിനെ സഹായിച്ചിട്ടാണ് വയനാട്ടുകാര്, ഇനി ഈ പറഞ്ഞ തുർക്കിക്കാര് ഗാസർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടാണ്. 1,00,000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ട്. തുർക്കി ആരുടെ കൂടെയാണ്? അതുപോലെ അല്ലല്ലോ ബ്രോ ഇത്. അല്ല, എന്താ, രണ്ടും പ്രകൃതി ദുരന്തല്ലേ? വയനാട്ടിൽ നടന്നത് പ്രകൃതി ദുരന്താണ്, അമേരിക്കയിൽ നടക്കുന്ന പ്രകൃതി ദുരന്താണ്, തുർക്കിയിൽ നടക്കുന്ന പ്രകൃതി ദുരന്താണ്, സൗദിയിൽ നടക്കുന്ന പ്രകൃതി ദുരന്താണ്, UAE നടക്കുന്ന പ്രകൃതി ദുരന്താണ്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രകൃതി ദുരന്തം ചൈനയിൽ പോലും നടന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ തന്നെ ആരുടെ കൂടെയുള്ള ആളുകളാണ്? അപ്പൊ നിങ്ങൾ തന്നെ ഓരോ രാജ്യങ്ങളും ഓരോ നിലപാട്. ഇപ്പൊ അമേരിക്ക എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്കന്റെ നിലപാട്. ആ ഹമാസ് എന്ന ഭീകര സംഘടന വളർന്നു കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ നാശമാണ്. എങ്ങനെ ലോകത്തിന് നാശാവല്? ഹമാസ് എന്നത് ഭീകര സംഘടന അല്ലേ? അതെ, പക്ഷെ അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിനെ മറികടന്ന് ഒരു പടി മുന്നോട്ട് പോയാൽ, ഇപ്പൊ നിങ്ങൾ ഹമാസ് അനുകൂലിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകൾ പോലും നമ്മുടെ കേരളത്തിൽ ഹമാസിന് വേണ്ടി യൂണിറ്റ് ഇടും. ഇത് ഒരു തരത്തിലും ഇസ്രായേലിനെ മറികടക്കാൻ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് കഴിയാത്തത് കൊണ്ടാണ് അതിനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ അടങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിൽക്കുന്നത്.
ഓര് ഏതെങ്കിലും രീതിയിൽ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് ഒരു വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അനുകൂലിച്ചോടെ ആളുകൾ വരും. ഹമാസ് തകർന്നത് കൊണ്ടാണ് എല്ലാ ആളുകളും അടങ്ങി സോഷ്യൽ മീഡിയയിൽ തീരുന്നത്. മനസ്സിലായോ? ഇത് ഹമാസ് എന്ന് പറയുന്നത് ഭീകര സംഘടന ആണെന്നും അത് തകരേണ്ടത് എന്റെയും നിങ്ങളെയും ലോകത്തിന്റെ സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളെയും ആവശ്യം. മനസ്സിലായില്ലേ? അപ്പൊ ഒരിക്കലും എന്തല്ല ഇതുപോലുള്ള ഭീകര സംഘടനകളെ അനുകൂലിക്കുക അല്ലെ ഗാസയെ സംഭവിക്കുന്നത് അമേരിക്കക്കുള്ള മറുപടി കൊടുത്താണ്, അങ്ങനെയൊന്നല്ല. അത് ഒത്തിരി ബുദ്ധി പോരെ. അത് ഒക്കെ വളച്ചൊടിക്കുന്ന ഒരു ശരിയാണ്. നമ്മുടെ പൊതുസമൂഹത്തിന് എന്തിനാ ഭിന്നിപ്പിക്കുന്നത്? ഞാൻ സത്യത്തില് ഞാൻ നിങ്ങളുടെ വാതിൽ തെറ്റാൻ പറയാം. പറഞ്ഞോ. ഈ കേരളത്തിൽ കുറെ പൊട്ടന്മാരുണ്ട് ഇങ്ങനെ, ഈ മുസ്ലിങ്ങൾ തന്നെ കുറെ ഒരുപാട് ബഹിടത്തന്മാരുണ്ട് ഇങ്ങനെ മറ്റ് രാജ്യത്ത് പ്രശ്നം നടക്കുമ്പോ അത് ഈ വിഷയമായിട്ട് കമ്പയർ ചെയ്തിട്ട്. ബട്ട് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ബട്ട് ഇപ്പൊ നിങ്ങൾ അതിൽ ശരിയുണ്ട് എന്ന് പറഞ്ഞ എന്നോട് ഇതേ കോളിൽ തന്നെ കുറച്ചു മുമ്പ് അല്ലേ? നിങ്ങൾ എന്നെ പറഞ്ഞതല്ലേ അല്ല ശരി. അപ്പൊ നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലായിരുന്നു, നിങ്ങൾക്ക് അത് മനസ്സിലായി, അത് ശരിയില്ല എന്ന് മനസ്സിലായി. ബട്ട് നിങ്ങൾ തെറ്റ് രണ്ടാളെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ പറയുന്നതിന് ഞാൻ മറുപടി തരുന്നില്ലേ? നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് ഞാൻ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്റെ അടുത്തുള്ള തെറ്റ്. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച അത് രണ്ട് ഭാഗത്തും ചൂണ്ടിക്കാണിക്കുക. ഞാനിത് ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് നിങ്ങൾ എന്നെ ഫോൺ വിളിച്ചു, നിങ്ങൾക്ക് വരെ മനസ്സിലായി ഈ അമേരിക്കയിൽ നടക്കുന്നത് പ്രകൃതി ദുരന്തം തന്നെയാണെന്നുള്ളത്. അത് വലിയൊരു ശരിയല്ലേ? ഞാനിത് ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നു, നിങ്ങളും പോയിട്ട് ആ പറഞ്ഞ വ്യക്തിക്ക് പോയിട്ട് ലൈക്ക് ഇടൂലായിരുന്നു? ഒരിക്കലുമില്ല. ഓക്കെ, നിങ്ങൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ അനുകൂലിച്ചല്ല ആ തീനെ. നിങ്ങൾ എന്നോട് പറഞ്ഞ ഒരു ചെറിയ രീതിയിൽ ശരിയുണ്ട്, ആ ശരിയും തെറ്റാന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞ ഓക്കെ, തുർക്കിയിലുള്ളത് തുർക്കി ആരെയാണ് പിന്തുണയ്ക്കുക നമുക്കറിയാം. 1/2 ലക്ഷത്തിലാണ് 10 ആളാണ് അമേരിക്കയിൽ മരണപ്പെട്ടതെങ്കിൽ ഈ തുർക്കിയിൽ മരണപ്പെട്ടത് 1/2 ലക്ഷത്തിലേറെ. ഈ തുർക്കി ആരെ പിന്തുണച്ചിട്ടാ ഈ തുർക്കിയിൽ ഇത്ര പ്രശ്നം വന്ന്? ഇനി വയനാട്ടുകാർ ആരെങ്കിലും പിന്തുണച്ചിട്ടുണ്ടോ? അല്ല, ഇത് പ്രകൃതി ദുരന്തമാണ്. ഇത് രണ്ടും രണ്ടാ. ഒന്ന് കയ്യിലിരിപ്പോണ്ട് വാങ്ങുന്നു, ഒന്ന് പ്രകൃതി ദുരന്തമാണ്. അപ്പൊ അത് ഒരു ദൈവവിശ്വാസമാണ്. നിങ്ങളിപ്പോ ദൈവവിശ്വാസമല്ലേ നിങ്ങൾ എന്നെ വിളിക്കുന്ന ആള് അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇപ്പൊ നമ്മളൊക്കെ എന്താ പ്രാർത്ഥിക്കണം മുന്നോട്ട്? ലോകത്ത് ഒരു മനുഷ്യർക്കും ഒന്നും സംഭവിക്കരുതേന്നാ അല്ലെ? ഞാൻ അതല്ല പറയുന്നത്, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ രണ്ട് ഭാഗത്ത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഓക്കെ, എന്താണ് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടതൊന്നും എനിക്ക് പറഞ്ഞൂടെ നിങ്ങൾക്ക്? ഇനിയിപ്പോ മുസ്ലിങ്ങളെ ഭാഗത്ത് ഒരുപാട് ചൂണ്ടിക്കാണിക്കുക, അതേപോലത്തെ അവരുടെ ഭാഗത്തും. ഓക്കെ, നിങ്ങൾ എന്നാ പറയൂ, ഇസ്രായേലിനെ എതിർക്കണം എന്നാണോ ഞാൻ പറയേണ്ടി? പെണ്ണി പറയാൻ പറ്റുമോ? ഓരോ ഇങ്ങനെ എത്തിപ്പറിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ എങ്ങനെ ഇപ്പോ ഈ ഗാസ അനുകൂലികളെ ഓരോ തെറ്റിങ് എണ്ണി പറക്കുന്നില്ല, അതേപോലെ എണ്ണി പറക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അങ്ങനെ ഒരു മതത്തെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോലും പറയാറുണ്ട് എന്തെന്നറിയോ? ഗാസൻ ജനതക്കല്ല ഞങ്ങൾ എതിരി എന്നുള്ളത്, ഞങ്ങൾ എതിര് ഹമാസിനാണ്. നിങ്ങൾക്കൊരു കാര്യം കൂടി പറഞ്ഞത്, കേരളത്തിൽ ബോധമുള്ള എല്ലാ ആളുകളും അത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളും മുന്നോട്ട് വെക്കുന്നത് എന്താ അറിയോ? ഒരു സ്ഥലത്തും ഇസ്രായേലിലും ഗാസയിലും സാധാരണക്കാർ കൊല്ലപ്പെടരുത് തന്നെയാണ്. ഗാസയിലെ സാധാരണക്കാരോ അല്ലെങ്കിൽ ഇസ്രായേലിലെ സാധാരണക്കാരെ ഒരുപോലെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ ഞാനത് എന്ത് എതിർക്കാനാ? ഇസ്രായേലിനെ അനുകൂലിക്കുന്ന എല്ലാ ആളുകളും രണ്ട് സ്ഥലത്തെയും സാധാരണക്കാർ കൊല്ലപ്പെടരുതെന്ന് തന്നെയാ ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ഒരു സ്ഥലത്തെ മാത്രം മനുഷ്യത്വം പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തിനെ എതിർക്കണോ? ഞാൻ എതിർക്കേണ്ടത് ഞാൻ എതിർത്തോണ്ട് നിൽക്കുന്നുണ്ട്. ഒരിക്കലും പറയുന്നില്ല. നമ്മളെ നാട്ടിലെ മലയാളികൾ മനസ്സിലാക്കുള്ളൂ. ഓക്കെ, ഞാൻ പിന്നെയും പറയാണ്, ഞാൻ എന്താണ് ഇസ്രായേൽ അനുകൂലികളെ ഞാൻ എന്താണ് എതിർക്കേണ്ടത്? നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? എന്താണ് നിങ്ങൾ പറയും. അവരെന്തെങ്കിലും പറയുന്നുണ്ടോ നിങ്ങളോട്? ഹമാസിനെ എതിർക്കണം എന്നേ അവര് പറയുന്നുള്ളൂ അല്ലേ? ആ ഭാഗത്തേക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ അത് നോക്കുന്ന ഒരാളല്ലേ, എനിക്കത് പറഞ്ഞൂടെ? ഞാൻ അങ്ങനെ നോക്കുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി, ഞാനത് പ്രതികരിച്ചോളാം. ഞാൻ ഇത്രയും സമയമായിട്ട് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന എല്ലാ ആളുകളും പറയുന്നത് എന്താ? രണ്ട് സ്ഥലത്തെയും സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുതെന്നാ. ഹമാസ് എന്ന ഭീകര സംഘടന തകരണം എന്നാ പറയുന്നത്. അതിലെന്താണ്? അതല്ലേ യാഥാർത്ഥ്യം? പിന്നെ ഈ അന്ന് നിങ്ങൾ ഒരു വീഡിയോ തട്ടം മറക്കുന്ന ഒരു കേസ്, അതിലെന്താ നിങ്ങൾക്ക് തല മറയ്ക്കുന്നതിൽ ഞാൻ ഒരിക്കലും എതിരല്ല. ഞാൻ എതിര് എന്തിനാണെന്നറിയോ? മുഖം മറയ്ക്കുന്നതിനാണ് എതിര്. അത് സുരക്ഷ ഇസ്ലാമിൽ പറഞ്ഞ നിയമം അല്ല, അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല, ബാക്കിയിലേക്ക് അങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഞാനൊന്ന് പറയട്ടെ, ഇനി നിങ്ങളെ മറുപടി കഴിഞ്ഞോ? ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിൽ പോലും
മുഖം മറയ്ക്കുക, അതായത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ജനസംഖ്യ കൊണ്ട് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ പോലും ഈ മുഖം മുഖം മൊത്തം മറയ്ക്കുന്നത് സുരക്ഷാ ഭീഷണിയാണ്, പബ്ലിക് സ്ഥലങ്ങളിൽ അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് നിയമം നിരോധിച്ചിട്ടുണ്ട്. അതായത് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലുള്ള എല്ലാവരും മുസ്ലിങ്ങളല്ലേ? എന്നാ അത് നേരെ തിരിച്ചുണ്ടല്ലോ. ഇപ്പൊ ഇറാഖിൽ നേരെ ഇതിന് ഓപ്പോസിറ്റ് ആണല്ലോ. ഇറാഖിൽ തട്ടുവിടാത്ത ഒരു സ്ത്രീനെയും അവിടെ കേറ്റൂല. ഓക്കെ, അപ്പൊ അതുണ്ട്, അത് വൃത്തികേടാണെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ അല്ല, ഞാൻ നിങ്ങളൊരു കാര്യം അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അപ്പൊ നിങ്ങൾ മുസ്ലിം ആണല്ലോ. ഞാൻ മുസ്ലിം ആയിട്ടാണല്ലോ നിങ്ങളോട് പറയുന്നത്. നിയമത്തെ എതിർക്കുന്നത് അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. വീണ്ടും ഞാൻ എടുത്തു പറയാ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുമ്പോ നിങ്ങൾ കേൾക്കുക, നിങ്ങൾ പറയുമ്പോ ഞാൻ കേൾക്കുക. അങ്ങനല്ലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി, ഞാൻ അതിന് മറുപടി തരട്ടെ. ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ എന്തായാൽ എന്തുകൊണ്ടാണ് മുഖം മറയ്ക്കുന്നത് ഞാൻ പറഞ്ഞതെന്നല്ലേ. ഞാൻ അത് ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു. മുഖം മറച്ച് നമ്മുടെ നിരത്തുകളിൽ പബ്ലിക് സ്ഥലങ്ങളിൽ വരുന്നത് ഞാൻ അങ്ങേയറ്റം എതിർക്കുന്നു. ആരാധനാലയങ്ങളിലേക്ക് മുഖം മറച്ച് നിങ്ങൾക്ക് പോണോ, നിങ്ങൾ പോയിക്കോളൂ. പബ്ലിക് സ്ഥലം എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹമാണ്, എല്ലാ മതങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഓക്കെ. അപ്പൊ ഈ മുഖം മറയ്ക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ മുസ്ലിം അല്ലേ എന്നുള്ളതിന്റെ ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പോലും ഇതേ നിയമം നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരം രാജ്യങ്ങളിലൊന്നും മുഖം മറച്ച് ആർക്കും രംഗത്തിറങ്ങാൻ പറ്റൂല, അവരെ അറസ്റ്റ് ചെയ്യും, ഫൈൻ അടയ്ക്കും. അത്തരം രാജ്യങ്ങളും അത്തരം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ലോകത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് പറയുന്ന ഒരാളെങ്ങനെയാണ് അതിനെ എതിർക്കുന്ന ആളാണ്? അതല്ലേ യാഥാർത്ഥ്യം? ഈ മുഖം മറച്ചിട്ട് സുരക്ഷാ പ്രശ്നം, നമ്മുടെ ലുലുമാളില്, എറണാകുളം ലുലുമാളില് മുഖം മറച്ചിങ്ങാനി ഒരു വ്യക്തി വന്നിട്ട് അവിടെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കുക. അതിലൊരു സ്ത്രീ കണ്ടിട്ടാണ് അത് പിടിക്കപ്പെട്ടത്. ആ മുഖം മറ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? ആ ഒരു പുരുഷൻ അവിടെ മീശ വെച്ച ഒരു പുരുഷനാണ്. അപ്പൊ അത് ഒരിക്കലും ആ ലേഡീസ് ബാത്റൂമിലേക്ക് ആ പുരുഷന് കയറാൻ പറ്റൂലായിരുന്നു. അപ്പൊ നമ്മൾ ഇതൊക്കെ തിരിച്ചറിയണം. ഇത് ഒരിക്കലും മതത്തിന് എതിർക്കല്ല, ഇത് സുരക്ഷാ പ്രശ്നമുണ്ട്. മുഖം മറയ്ക്കുക എന്ന് പറയുന്ന സുരക്ഷാ ഭീഷണിയാണ്. ഇപ്പൊ ഞാനൊരു പബ്ലിക് സ്ഥലത്തെത്തുക, എന്നൊരാള് കുത്താൻ വരികയാണോ എങ്ങനെയാണെന്ന് അവരെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ലേ? അപ്പൊ ആ സുരക്ഷാ ഭീഷണി കാരണമാണ് പറയുന്നത് മുഖം മറയ്ക്കുന്നത് തെറ്റാണ്. നിങ്ങൾ തല മറയ്ക്കുന്നതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇവിടെ ഉള്ളത് മുഖം മറയ്ക്കുക എന്ന് പറയുന്നത് സുരക്ഷാ ഭീഷണിയാണ്. അത് അംഗീകരിക്കാൻ പറ്റൂല. ഞാൻ അതിനെ എതിർക്കുന്നുണ്ട്. അതിന്റെ അവകാശമാണ് എനിക്ക് എതിർക്കുക എന്നുള്ളത് എന്റെ അഭിപ്രായം പറയാന്നുള്ളത്. ഞാൻ അതാണ് മുന്നോട്ട് വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ചോദിച്ചോളൂ. അല്ല, അതൊരു അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് ഭൂരിപക്ഷം മുസ്ലിം രാജ്യങ്ങളിൽ പോലും അവരെ ഒന്ന് മുസ്ലിം ആയിട്ട് നിങ്ങൾ വിശ്വസിക്കില്ലേ? എങ്ങനെ? ഒരുപാട് രാജ്യത്ത് നേരെ തിരിച്ചില്ലേ? തിരിച്ചുള്ളത് വൃത്തികേടാന്നാ ഞാൻ പറയുന്നത്. നിങ്ങളത് അനുകൂലിക്കുന്നത് അത് നിങ്ങളെ വൃത്തികെട്ട മനസ്സാണ്. അപ്പൊ ഇസ്ലാമിൽ പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത്തരം സ്ഥലത്ത് ഇത്തരം രാജ്യങ്ങളിൽ ഞാൻ പറയട്ടെ, ഇസ്ലാമിൽ പറഞ്ഞ നിയമം അത് വൃത്തികേടാണോ അല്ലയോ? എങ്ങനെ? ഇസ്ലാമിലപ്പോ മുഖം മറയ്ക്കണം എന്നുള്ളത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഞാൻ മാത്രല്ല, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളില് പിന്നെ അതിന്റെ നിയമവശങ്ങളൊക്കെ പറയാൻ ഞാൻ എന്താ അറിയോ, ഒരു പൊതുസമൂഹമാണ്. നമ്മുടെ ഒരു മതേതര രാജ്യമല്ലേ, ഇതൊരു മതരാജ്യമൊന്നും അല്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഇറാൻ അത് ധരിക്കാത്ത പ്രശ്നമാണെന്നുള്ളത്. നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ ഇത് അത്തരം ഒരു രാജ്യമല്ല, ഇത് ഇറാൻ അല്ല, ഇത് ഇന്ത്യ ആണ്, മതേതര രാജ്യമാണ്. നമ്മൾ മറ്റുള്ള ആളുകളെ കണ്ടും അവരോടൊപ്പവും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂടാ. എന്നാലേ ഇവിടെ സൗഹാർദ്ദങ്ങളും എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര വയസ്സായി? 18 വയസ്സാവും. നിങ്ങളൊക്കെയാണ് ഇതൊരു പുതിയ തലമുറയുള്ള ഒരാളല്ലേ. നിങ്ങൾ തന്നെ പറ, മുഖം മറച്ച് കുറെ ആളുകൾ ഒരു പബ്ലിക് സ്ഥലത്ത് നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടല്ലേ മറ്റുള്ള ആളുകൾക്ക്? ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതല്ല, ഇപ്പൊ നരേന്ദ്രമോദിക്ക് തന്നെ ഇപ്പൊ മുസ്ലിങ്ങളോട് ചെറിയൊരു വർഗീയതയുണ്ട്. അപ്പൊ ഒന്നും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. നരേന്ദ്രമോദിക്ക് വർഗീയത ഉണ്ടെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ലോകത്ത് നമുക്കിവിടെ പൗരത്വം പോലും ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇനി എല്ലാം ചോദിച്ചോളൂ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. അല്ല, പറഞ്ഞോ അതിനെ കുറിച്ച് എന്താ പറയുക? ഏത് പൗരത്താണോ പറയേണ്ടത് അല്ലെങ്കിൽ ഏതാണ് പറയേണ്ടത്? നരേന്ദ്രമോദിന്റെ പ്രശ്നമാണോ പറയേണ്ടത്?
ലോകത്ത് മുസ്ലിങ്ങള് ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതമാണ്. കാരണം ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഇവിടെ എല്ലാ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ഏറ്റവും സമാധാനത്തിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾ പ്രത്യേകം ഓർക്കണം, പാകിസ്ഥാനിലുള്ള ഒരു മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് സ്വന്തം അവരുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി തിരിച്ചു വരും എന്നുള്ള യാതൊരു ഉറപ്പുള്ള. കാരണം എന്താ അറിയോ, ആ പള്ളികളിൽ വരെ ബോംബ് പൊട്ടുന്ന ഒരു സിസ്റ്റം പാകിസ്ഥാനിലുണ്ട്, സിറിയയിലുണ്ട്, ഇറാഖിലുണ്ട്, ഇറാനിലുണ്ട്, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോ അതേ സമയത്ത് ഭാരതത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ വലിയ സമാധാനത്തിലാണ് മുന്നോട്ട് വന്നത്. ഇവിടെ ഏതെങ്കിലും പള്ളിക്ക് പൊട്ടിത്തെറിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ എങ്ങനെ ആരാണ് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ നിങ്ങളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ 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 നിങ്ങൾക്ക് നരേന്ദ്രമോദി വന്നിട്ട് ഒരു മുസ്ലിം എന്ന ഒരു വ്യക്തിയാണല്ലോ നിങ്ങൾ, 18 വയസ്സുള്ളേ. നിങ്ങൾക്ക് നരേന്ദ്രമോദി വന്നിട്ട് നിങ്ങളെ മുസ്ലിം എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? നിങ്ങളെ വ്യക്തിപരമായിട്ടുള്ള എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇപ്പൊ നമ്മളെ നഷ്ടം മാത്രം നോക്കിയിട്ട് നമ്മളെ പോലെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. ഇത് നിങ്ങൾ എന്നോട് ഇതാണ് പറയുന്നത്, എന്നെ വിളിക്കുന്ന എല്ലാവരും ഇതാ പറയുന്നത്. പക്ഷെ സ്വന്തമായിട്ട് ഒരു മുസ്ലിം എന്ന രീതിയിൽ ഈ രാജ്യത്ത് ഒരു പ്രശ്നവും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ. അതല്ല, നിങ്ങൾ ആരുതോ പറയണ്ട, നിങ്ങൾ മുസ്ലിമാണല്ലോ എന്നോട് പറഞ്ഞത് അല്ലേ? നിങ്ങളെ പ്രശ്നം എനിക്കൊന്ന് പറഞ്ഞു തരൂ. നിങ്ങള് പള്ളിയിൽ പോവാറുണ്ടോ? നിങ്ങൾ പള്ളിയിൽ പോവാറുണ്ടോ? പോവാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? എന്നിട്ട് എന്റെ ബുദ്ധിമുട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വിളിച്ചത്. നിങ്ങളെ ബുദ്ധിമുട്ട് നോക്കിയിട്ട് പോരെ, ലോകത്തെല്ലാരെ ബുദ്ധിമുട്ടും ഇതേപോലെയാണ് നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ടാ. മനസ്സിലായോ? നിങ്ങളൊരു കാര്യം, നിങ്ങളൊരു 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ആയിരിക്കല്ലോ, ഇപ്പൊ കോളേജ് പഠിക്കുകയാണോ? അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഇപ്പൊ നിങ്ങൾ വായിക്കുന്ന പത്രങ്ങള്, നിങ്ങൾ വായിക്കുന്ന ചാനലുകൾ ഇത്രയും കാലം ചെയ്തൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അത് പൊതുവായിട്ടുള്ള മാധ്യമങ്ങളും പത്രങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. ഈ അജണ്ട വെച്ച് വരുന്ന ഒരുപാട് മാധ്യമങ്ങൾ പ്രശ്നം, സ്വന്തം കാര്യം ഒന്ന് നോക്കുക. ഒരു മുസ്ലിം ആയിട്ട് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല, അത് കള്ളത്തരം അവിടെ പടച്ചു വിടുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? നരേന്ദ്രമോദി തന്നെ ഈ കരാറ് മാറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ഏത് കരാറ്? ജനാധിപത്യ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ മതക്കാർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഇന്ത്യ. ബട്ട് ആ ഒരു കരാറ് നരേന്ദ്രമോദി മാറ്റാൻ പല ശ്രമം. ആര് പറഞ്ഞു? ഇതൊക്കെ നിങ്ങളെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പടച്ചു വിടുന്നതാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാ നിങ്ങൾ ആ വാർത്ത കണ്ട പത്രത്തിന്റെ പേരൊന്ന് പറയൂ. എനിക്ക് ആ പത്ര ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ. ആ പത്രത്തിന്റെ പേരൊന്ന് പറയൂ. അതൊന്നും പറയാൻ താല്പര്യമില്ല. പത്രത്തിൽ വരാതിരിക്കുമ്പോഴാണ് നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു വിടുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലല്ല പഠിക്കേണ്ടത്. നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? അതൊന്നും പറയാൻ താല്പര്യമില്ല. താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിൽ പലതിനും എനിക്ക് മറുപടി പറയാൻ താല്പര്യം ഉണ്ടാവില്ല. ഞാൻ എന്നിട്ടും എന്റെ മാന്യത വെച്ച് പറഞ്ഞു തരികയാണ് നിങ്ങളോട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ധരിച്ചിരിക്കുന്നതൊക്കെ തെറ്റിദ്ധാരണകളാണ്. എന്തിനാണ് ഒരു പത്രത്തിന്റെ പേര് പോലും പറയാൻ പറ്റാത്ത പത്രത്തിൽ വന്ന ന്യൂസോ? അപ്പൊ അത്രയും വൃത്തികെട്ട പത്രങ്ങളാണോ താങ്കൾ വായിക്കാറുള്ളത്? ആണോ? അല്ല, ഞാൻ ന്യൂസിലാണ് കണ്ടത്. ഏത് ന്യൂസ്? ഓക്കെ, ന്യൂസിന് പേരുണ്ടാവൂലേ? ഓർമ്മയില്ല, ഞാൻ പണ്ട് കണ്ടതാണ്. ഓക്കെ, പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോ അത് തെറ്റിദ്ധരിപ്പിച്ചതാണ്. നിങ്ങൾ എന്നെ വിളിക്കുമ്പോ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്ത് വേണമെങ്കിൽ എന്നോട് വിളിച്ച് ചോദിച്ചോളൂ. എനിക്ക് അറിയുന്നതാണ്, ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് തീർത്ത് പറഞ്ഞുതരാം. ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് ആളുകൾ അജണ്ട സെറ്റ് ചെയ്തിട്ട് പേടിപ്പിക്കാണ്. ആ പേടിച്ച് ജീവിക്കുന്നതിനെക്കാട്ടി എത്രയോ അന്തസ്സിൽ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നിങ്ങൾ തന്നെ കരുതിക്കോളൂ. ഭാരതത്തിൽ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അത് വെറുതെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് നിങ്ങളൊക്കെ. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ പ്രശ്നം തീരും. അത്രേ ഉള്ളൂ. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, വയസ്സ് കേട്ടില്ലേ എന്നെ വിളിച്ച വ്യക്തിയുടെ? എന്നിട്ട് നമ്മുടെ പ്രശ്നം, മുസ്ലിങ്ങളെ പ്രശ്നം അത്തരത്തിൽ മുന്നോട്ട് വെക്കുന്നത് എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു വിഷയ. മതം നോക്കിയാണോ വിഷയങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്? നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നൊരു സുന്ദരമായ രാജ്യമല്ലേ. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ പുതുതലമുറയിലെ വ്യക്തി പോലും ഇറാനൊക്കെ ഉദാഹരണമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇറാൻ എന്ന രാജ്യത്തേക്ക് റോൾ മോഡലാക്കിയിട്ടൊക്കെ കാണുന്ന ആളുകളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കോ. മുസ്ലിങ്ങൾക്ക് ഫുള്ള് ഇത്തരം അജണ്ടയുണ്ട്. ഇവിടെ മാധ്യമങ്ങൾ സെറ്റ് ചെയ്ത ഒരു അജണ്ട അനുസരിച്ചാ ഈ വ്യക്തി പോലും എന്നോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ്. സിറിയയും ഇറാഖും ഇറാനും അഫ്ഗാനിസ്ഥാനൊക്കെ നമ്മൾ കാണുന്നില്ലേ? എന്താണ് അവിടേക്കുള്ള അവസ്ഥകൾ? അതിനേക്കാളൊക്കെ എത്ര സുന്ദരമായിട്ടാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ ബോധത്തോടു കൂടി ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇവരെയൊക്കെ നമ്മുടെ കേരളത്തിലെ ഈ തീവ്രവാദ അനുകൂല ചാനലുകളൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാ പുതുതലമുറയിൽ പോലും ഇത്തരം ചിന്ത വരുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഈ വ്യക്തിയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചു പറയാൻ സാധിക്കുന്നില്ല. കാരണം ഇത്തരത്തിൽ കൃത്യമായിട്ട് നമ്മുടെ പൊതുസമൂഹം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും എല്ലാ മതമില്ലാത്തവരും എല്ലാവരുമാണ്. ഗാസയിലെ പ്രശ്നം വരുമ്പോൾ അത് മതം നോക്കി മനുഷ്യത്വം പറയാം. എന്നെ വിളിച്ച വ്യക്തി പോലും അത്തരത്തിൽ പറയാൻ ശ്രമിക്കുക. നമ്മളത് തിരുത്തി കൊടുക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയുള്ള ഒരു അജണ്ട, തീവ്രവാദ അനുകൂല തീവ്ര ചിന്താഗതിക്കാരുടെ അജണ്ട ഇത്തരം ആളുകളെയൊക്കെ വലിയ രീതിയിൽ വഴിതെറ്റിക്കുന്നുണ്ട്. ഇവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ഇവർ നല്ല രീതിയിൽ അത് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കേരളത്തിലെ തീവ്രവാദ അനുകൂല ചാനലുകളിലൂടെയൊക്കെ പടച്ചു വിടുന്ന വാർത്തകൾ കാരണം പുതിയ തലമുറ വരെ വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയുക.